ചില എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് ദൈവപരിപാലനയെ പറ്റി ഈശോ നമ്മളോട് പറയുകയാണ്. ഈശോയോട് പറയുകയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന്, ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന്, ശരീരത്തെ പറ്റിയോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് പറയുകയാണ്. കാരണം എന്താണ്? ദൈവം അതെല്ലാം നോക്കിക്കോളും അല്ലെ. നോമ്പ് കാലൊക്കെ വരുമ്പോൾ നമ്മുടെ വീടുകളിൽ അമ്മച്ചിമാർക്കുള്ള വലിയൊരു ടെൻഷനാണ്, ഇനി നോമ്പൊക്കെയാണ്, ഇനി എന്ത് കറി വെക്കും അല്ലെ, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്നൊക്കെ സ്വതവേ നമുക്ക് സാധാരണക്കാർക്കുള്ള ഒരു ടെൻഷനുകളിൽ ഒന്ന് അത് തന്നെയാണ്. ഈശോ നമ്മളോട് പറയുകയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്നതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഒക്കെ വലിയൊരു ടെൻഷനാണ് എന്ത് ധരിക്കും അല്ലെ. ഓരോ ദിവസം കോളേജിലേക്ക് ഓരോ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകണം. ഇനി ഇന്ന് എന്തിടും, ഇനി നാളെ എന്ത് ധരിക്കും എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ ഈശോ പറയുകയാണ്, നിങ്ങൾ വസ്ത്രത്തെ കുറിച്ചും നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. കാരണം എന്താണ് ഈശോ പറയുന്നത്? കാരണം ഈശോ പറയുകയാണ്, വസ്ത്രത്തെക്കാൾ ശരീരം വിലയുള്ളതാണ് അല്ലെ, ഭക്ഷണത്തെക്കാൾ ജീവൻ വിലയുള്ളതാണ്. ദൈവത്തിന്റെ കണ്ണില് നിന്റെ ജീവനും നിന്റെ ശരീരത്തിനും വിലയുണ്ട്. ദൈവം അതിനെ വില മതിക്കുന്നുണ്ട്. അപ്പോ ദൈവം അവയെ നോക്കിക്കൊള്ളും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. നമ്മൾ ഒരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ഈ നോമ്പുകാലത്തില് നമ്മുടെ ആകുലതകളൊക്കെ മാറ്റിവെച്ച് ദൈവപരിപാലനയെ ഓർത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കാതെ ദൈവത്തിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട്, ആത്മീയമായ കാര്യങ്ങളെ ശ്രദ്ധ വയ്ക്കാനായിട്ട് നോമ്പുകാലത്ത് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവപരിപാലനയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.